ആ വ്യക്തിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കണമോ നിങ്ങൾ? അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോയിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തിക്കൊപ്പം ജീവിക്കാനും ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന നന്മയും ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും മറ്റൊരിടത്തും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ വ്യക്തിയുടെ വാക്കും ആ വ്യക്തിയുടെ പ്രവൃത്തികളും ചേഷ്ടകളും നിങ്ങളോടുള്ള സമീപനങ്ങളും നിങ്ങൾക്ക് ഒരുപാട് പ്രചോദനമായിരുന്നു. പക്ഷേ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുകയാണോ എന്നോ, അല്ലെങ്കിൽ ആ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ളൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെ നിങ്ങളിൽ നിന്ന് അകന്നു പോയെന്നോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നു. ആ വ്യക്തിയുമായി ഒരു അകൽച്ച ഉണ്ടാകുന്നു. ഒരുപക്ഷെ പ്രത്യക്ഷത്തിലുള്ളൊരകൽച്ചയാകാം, അല്ലെങ്കിൽ മാനസികമായിട്ടൊരകൽച്ച നിങ്ങൾക്കുണ്ടാകുന്നു. ആ അകൽച്ച നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ കൂടാതെ മറ്റ് ചില ആളുകളുമായിട്ട് ആ വ്യക്തിക്കുള്ള ആ സൗഹൃദങ്ങൾ നിങ്ങളിൽ നിന്നും ആ വ്യക്തിയെ അകറ്റാൻ പോകുന്നതാണ്. അങ്ങനെ അവർ നൽകുന്ന ദുർബോധനങ്ങളോ അവർ നൽകുന്ന ചില ഉപദേശങ്ങളോ നിങ്ങൾക്കെതിരായിട്ട് ആ വ്യക്തി ചിന്തിക്കുകയും ചെയ്യുന്നു. അവർ നിങ്ങളെക്കാൾ ശക്തിയുള്ളവരാണ്. അവർ ധനപരമായിട്ടോ ഭൗതികമായിട്ടോ അല്ലെങ്കിൽ ആൾബലമായിട്ടോ നിങ്ങളെക്കാൾ ശക്തിയുള്ളതാകുമ്പോൾ ആ വ്യക്തി അവരെ വിശ്വസിച്ച് പോകുന്നൊരു ഘട്ടമുണ്ടാകുന്നു. അങ്ങനെ അവരെ വിശ്വസിച്ച് പോകുന്ന ഘട്ടമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ദുർബോധനങ്ങളിൽപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ തെറ്റായ ഉപദേശങ്ങളിൽപ്പെട്ട് നിങ്ങളെ മറന്നു പോകുന്നതിനും നിങ്ങൾ പറയുന്നത് കേൾക്കാതെയും ആ വ്യക്തി കടന്നു പോകുന്നു. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളെപ്പറ്റി തെറ്റായ ചില ചിന്തകളുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ ആശയക്കുഴപ്പത്തിലാക്കുന്ന, ആ വ്യക്തിയെ പ്രതിസന്ധിയിലാക്കുന്നത് അവരാണ് എല്ലാ തെറ്റും ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ നിങ്ങളിൽ ആരോപിച്ചുകൊണ്ട് നിങ്ങളാണ് ശരിയല്ലാത്തതെന്ന് അവർ പറഞ്ഞു വരുത്തുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് സത്യമെന്നുള്ള ഒരു സംഭവമുണ്ട്. തീർച്ചയായിട്ടും അവർ പറയുന്നത് നുണയും നിങ്ങൾ പറയുന്നത് സത്യവുമായതുകൊണ്ട് ആ വ്യക്തി തിരിച്ചു വരും. തീർച്ചയായിട്ടും ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവർ നടക്കുന്നത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ അവിശ്വസിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളായിട്ട് കുറഞ്ഞ പക്ഷെ അകലം ഉണ്ടായിരിക്കുന്നതൊക്കെ. ആ അകലം മാറി ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അതിനുവേണ്ടി ആ വ്യക്തിക്ക് ഒരാൾ മാർഗനിർദ്ദേശം നൽകും. കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ആളുണ്ടാകും. ആ ആൾ വരിക തന്നെ ചെയ്യും. അത് ഉടൻ തന്നെ ഉണ്ടാകും. അങ്ങനെ ഒരാൾ വരുന്നതോടുകൂടി നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറും. പിന്നീട് പ്രശ്നത്തിലാകുന്നത് അവർ തന്നെയായിരിക്കും. നിങ്ങൾക്കെതിരെ ആരാണോ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത് അവർ തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം നിങ്ങൾക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും അവർ ഒന്നുമില്ലാത്തവരായി മാറും. അവർക്കെല്ലാം നഷ്ടപ്പെടുകയും അവർക്ക് ഒരു കാര്യവും നേടാൻ കഴിയാതിരിക്കുകയും ചെയ്യും. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയും തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളുടെ വ്യക്തി വരുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷവും സൗഭാഗ്യവും അതിലൂടെ വന്നു ചേരും. നിങ്ങളെ ഇല്ലാതാക്കാനും നിങ്ങളെ വഴിതെറ്റിക്കാനും നിങ്ങളെ നുണകൾ പറഞ്ഞ് മോശമാക്കാനും ശ്രമിച്ചവർ തന്നെ പരാജയപ്പെട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കാര്യത്തിൽ നിങ്ങൾ തന്നെ വിജയിക്കും. നിങ്ങൾ വലിയ തരത്തിലുള്ളൊരു സമൃദ്ധിയിലേക്കെത്തും. വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഭൗതികവും ആത്മീയവുമായ ഒരു ഡെവലപ്മെൻറ്റ് നിങ്ങൾക്കുണ്ടാവും. ആത്മസംതൃപ്തിയും ധനപരമായ മൂല്യങ്ങളും നിങ്ങൾക്ക് ധാരാളമായി എത്തിച്ചേരും. സന്തോഷത്തോടെ ആ വ്യക്തിയോടൊപ്പം ചിലവഴിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. അത് ഏറ്റവും നല്ല നിമിഷങ്ങളായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുകയും ജീവിതത്തിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രണയവും ബന്ധവും ദാമ്പത്യവും ഒക്കെ ദൃഢപ്പെടുകയും ചെയ്യും. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ നിലകൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ആ ആത്മബലം നിങ്ങൾക്ക് ലഭിക്കും. ജീവിതത്തിൽ വിജയം ലഭിക്കും. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നോളൂ. തീർച്ചയായിട്ടും വരും. നിങ്ങളായിരിക്കും ആ വ്യക്തിയുടെ കാര്യത്തിൽ വിജയിക്കുന്നത്.
ഇപ്പോഴുള്ള സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങളാണ്. നിങ്ങൾ പിരിഞ്ഞു പോകേണ്ട ആളല്ല, ഒഴിഞ്ഞു പോകേണ്ട ആളല്ല, നിലനിൽക്കേണ്ട ആളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.